തങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം നീണ്ടുവന്ന മുടി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുറിച്ചു നൽകിയ പിഞ്ചു ബാലികമാർ സമൂഹത്തിന് മുന്നിൽ മാതൃകയായി. തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശികളും ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 5ാം തരത്തിൽ പഠിക്കുന്ന ലിഡിയ മരിയ ഡിസൂസയും സഹോദരി ബാലവാടികയിലെ ജുബ്ലൈറ്റ് മരിയയുമാണ് ചെറുപ്രായത്തിലെ മുടി ദാനം ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ നടക്കാവിലെ ടി കെ അജിത് കുമാറിൻ്റെയും ചിഞ്ചു പി ടോമിയുടെയും മക്കളാണ് 10 വയസ്സുകാരി ലിഡിയ മേരി ഡിസൂസയും 6 വയസ്സുള്ള ജുബ്ലൈറ്റ് മരിയയും. കുട്ടിയുൾപ്പെടെ കുടുംബത്തിലെ 2 പേർ 1 വർഷം മുൻപ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുടി മുറിച്ചു നൽകിയത് ഓർത്തുവെച്ച ജുബ്ലൈറ്റ് മരിയ കഴിഞ്ഞ ദിവസം തൻ്റെ മുടി 35 സെൻറ്റിമീറ്ററിലധികം വളർന്നതായി മാതാപിതാക്കളോട് സ്കെയിൽ വെച്ച് അളന്നു കാണിച്ചാണ് മുടി ദാനം ചെയ്യണമെന്ന് പറഞ്ഞത്. ജുബ്ലൈറ്റിൻ്റെ ചേച്ചി ലിഡിയ കൂടി മുടി മുറിച്ചു നൽകുവാൻ പറഞ്ഞതോടെ രക്ഷിതാക്കൾ ബ്ലഡ് ഡൊണേഴ്സ് കേരള നേതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ ട്രഷറർ മനോജ് നീരടിൽ കുട്ടികളിൽ നിന്നും മുടി ഏറ്റുവാങ്ങി. കുഞ്ഞു മനസ്സുകളിൽ രൂപപ്പെടുന്ന ഇത്തരം നല്ല ചിന്തകളെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനമായി മാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചേച്ചി മനിയത്തി മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന സംഘടനയുടെ മുഖാന്തരം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി മുടി ദാനം ചെയ്തിരിക്കുകയാണ്. ഈ പുണ്യപ്രവൃത്തി എല്ലാവരും മാതൃക ആക്കി പ്രവർത്തിക്കുക. ഇത് കൂടാതെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ വിഗ് മുടി നഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് വിഗ് നമ്മൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾക്ക് എല്ലാവരും മുന്നോട്ടിറങ്ങുക. ഇത് ഈ പ്രവർത്തനം നടത്തിയ കുട്ടികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കൾക്കും ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന സംഘടനയുടെ എല്ലാവിധ ആശംസകളും. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.